ഗ്രാമപഞ്ചായത്തുകളുടെ എന്തെങ്കിലും ഒരു മത്സരം ഉണ്ടെങ്കിൽ അതിലെന്നും മത്സരിച്ച് സമ്മാനം നേടുന്ന ഒരു പഞ്ചായത്ത് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ ഫോക്സ് സാറാണ് മീഡിയ പീഡിയയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഹലോ സർ, നമസ്കാരം. അവാർഡുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട നിരയാണ്, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് പലതവണ നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഓരോരോ മത്സരത്തിലും ഓരോ കാറ്റഗറിയിലും സമ്മാനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും പുതിയൊരു അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രഖ്യാപിക്കാനായിട്ടുണ്ട്. 5 വർഷം നമ്മുടെ ഭരണസമിതി പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു സന്തോഷം പറയട്ടെ, നമ്മുടെ മീഡിയ പീഡിയയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. സാധാരണ ഞങ്ങൾ ഇളവള്ളിയിൽ വന്നിട്ടാണ് സാറിനോട് സംസാരിക്കാറുള്ളത്. ഇന്ന് നമ്മൾ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് മീഡിയ പീഡിയയിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലേ? ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചിട്ടുള്ള അവാർഡ് ഹരിത കേരള മിഷൻ നേതൃത്വം കൊടുക്കുന്ന പച്ചത്തുരുത്തുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ 240ഓളം പച്ചത്തുരുത്തുകൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച പച്ചത്തുരുത്തിനുള്ള അവാർഡ് 2ാം സ്ഥാനമാണ് ഇളവള്ളിക്ക് ലഭ്യമായിട്ടുള്ളത്. വരവൂര് പഞ്ചായത്താണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത്. അത് 16-ാം തീയതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അതിൻ്റെ അവാർഡ് തിരുവനന്തപുരത്ത് വെച്ച് ഏറ്റുവാങ്ങുന്നത്. അത് കഴിഞ്ഞാൽ 7-ാം തീയതി ജൈവവൈവിധ്യ ബോർഡ് ഏറ്റവും നല്ല ജൈവവൈവിധ്യ പരിപാലന സംരക്ഷണ പഞ്ചായത്തിന് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം നമുക്ക് ലഭ്യമായി. 1ാം സ്ഥാനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. അതും 7-ാം തീയതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിയമസഭാ ഹാളിൽ വെച്ചിട്ടാണ് അതിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇളവള്ളിയുടെ വികസനം നടത്തി എന്നുള്ളതിൻ്റെയും കൂടി ഒരു തെളിവാണ് ഈ ജൈവ വൈവിധ്യ അവാർഡ് ലഭ്യമാകുന്നതോട് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 3 വർഷം ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം സ്വരാജ് ട്രോഫി ലഭ്യമാക്കി. 1 വർഷം സംസ്ഥാനത്ത് 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഇപ്പോൾ ഈ ഭരണസമിതിയുടെ 4 വർഷവും കഴിയുമ്പോഴും ഓരോ വർഷവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ഒരു അവാർഡ് ലഭ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിനുശേഷം ഈ പച്ചത്തുരുത്തിൻ്റെയും ജൈവ വൈവിധ്യ ബോർഡിനെയും അവാർഡ് ലഭ്യമാക്കിയേക്കാം. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ പച്ചത്തുരുത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് കുളവെട്ടിമരമാണ്. അത് വളരെ കുറവെണ്ണം മാത്രമാണ് ഏഷ്യയിൽ തന്നെ. ലോകത്ത് 300 ലോകത്ത് 300 ഉള്ളൂ. അത് ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു റെഡ് ബുക്കിൽ ഡാറ്റ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇനാണ്. ഒരു ഞാവൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഐറ്റാണ്. ഇതിന്റെ പ്രത്യേകത ധാരാളം ഓക്സിജൻ ജനറേറ്റ് ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ശ്വസിക്കുന്ന സുഖമാണ്, കുളിർമയാണ്. അതുപോലെ അന്തരീക്ഷത്തിലെ ശൈത്യം നിലനിർത്തും. വേരുകൾ ആഴ്ന്നിറങ്ങി ഇങ്ങനെ പടലം പോലെ സൃഷ്ടിച്ചിട്ട് അവിടെ മണ്ണിൽ വെള്ളത്തിന്റെ അംശത്തിൽ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഒരു കുളം സംരക്ഷിക്കുന്ന രീതിയിലാണ് ഒരു മരം അവിടെ. ഒരു കുളത്തിലെ വെള്ളത്തെ മണ്ണിൽ എത്രമാത്രം പിടിച്ചു നിർത്താൻ പറ്റും അതുപോലെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് അത് വളരെ റെയറാണ് എന്നുള്ളത് കൊണ്ടും അത് വിത്ത് മുളപ്പിച്ച് തൈകളാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടും ആ വിഷയത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 41 കുളവെട്ടി മരങ്ങൾ ഇപ്പോൾ നെറ്റിൽ അടിച്ചു നോക്കി അറിയാം. ലോകത്തുള്ള കുളവെട്ടി മരങ്ങളിൽ 41 എണ്ണം ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലുണ്ട്. ശരിക്കും നമുക്ക് തൃശ്ശൂർക്കാർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണല്ലേ? തൃശ്ശൂര് കുളവെട്ടി മരങ്ങളുടെ ഒരു കേന്ദ്രം ഉണ്ട്, ചൊവ്വന്നൂര് കലശമലയിൽ. അത് വേണ്ട രീതിയിൽ അവിടെ പരിപാലിക്കാതെ കുറെയൊക്കെ നശിച്ചുപോയി. അവിടെ നിന്നാണ് നമുക്ക് ഇതിന് വിത്ത് കിട്ടിയത്. അത് പുതുതായി ഉള്ളതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രവർത്തനം, മറ്റത് പുതുതായി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു പ്രവർത്തനമാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനാണ് ഇപ്പൊ നമുക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് പ്രൊജക്ട്സ് നമ്മൾ ഈ ഒരു കാലയളവിൽ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷത്തെ, ഇപ്പൊ ഈ 5ാം വർഷം നമ്മളിങ്ങനെ പടിയിറങ്ങുന്നതിന്റെ വക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജനനന്മയ്ക്കായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനത്തിൽ തന്നെയാണ് ഈ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ. അപ്പോൾ ഞാൻ മുൻപൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കൂളാണ്. അവിടെ ഇപ്പോൾ 22 കുട്ടികളുണ്ട്. അവിടെ നമ്മുടെ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സമീപത്തെ 4 പഞ്ചായത്തുകളും മലേഷ്യ ബ്ലോക്കിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളും സമീപത്തുള്ള പഞ്ചായത്തുകളൊക്കെ നമ്മൾ കുട്ടികൾ എടുക്കുന്നുണ്ട്. അവർക്ക് വാഹന സൗകര്യം ഫ്രീ ആണ്. പിന്നെ ടീച്ചിങ്ങിന് ഇപ്പോൾ 3 ടീച്ചേഴ്സ് ഉണ്ട്, 2 ആയമാരുണ്ട്, പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരു ചേച്ചിയുണ്ട്, പിന്നെ അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനും ബിഹേവിയർ തെറാപ്പിസ്റ്റിനും ഇപ്പോൾ അമലിയുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം അവർക്ക് സൗജന്യമാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബെഡ്സ് സ്കൂളാണ് ഇളവള്ളി ബെഡ്സ്. ആ ബെഡ്സിന് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ മക്കളെ പോലെയാണ് 22 പേരെ നമ്മൾ നോക്കുക. ആ ഒരു സ്നേഹം നമ്മൾ അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആണ് എല്ലാവരും. അവിടെ ഉള്ള കുട്ടികൾ, അവരുടെ പാരന്റ്സ്, ടീച്ചേഴ്സ് എല്ലാവരും സന്തോഷമാണ്. ഇങ്ങനെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ അവർക്ക് ഭയങ്കര ഒരു നന്ദി, സന്തോഷമൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയും മാത്രം
അത്രമാത്രം സ്നേഹത്തോടു കൂടെ ചെയ്തൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെയായിരിക്കും അത്. അതുപോലെ തന്നെയാണ് എല്ലാ പ്രൊജക്ട്സും, എല്ലാം നമ്പർ 1 എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവാർഡ് ഇങ്ങോട്ട് പറന്നു വരുന്നത്. അപ്പോൾ ഈ അവാർഡ് കിട്ടാനായിട്ട് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭരണസമിതി അവസാനിച്ച് നമ്മളിങ്ങനെ പോകാൻ നിൽക്കുകയാണല്ലോ, അപ്പോൾ ആ ഒരു സീക്രട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അവാർഡ് ലഭ്യമാക്കുന്നതിനെ കുറിച്ച് പല ആൾക്കാരോട് ചോദിക്കും, എങ്ങനെ ഇതൊക്കെ കിട്ടണം. പല ആൾക്കാരും അത്ഭുതത്തോടെ ഇത് നോക്കാറുണ്ട്. പക്ഷേ അവാർഡിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി രേഖപ്പെടുത്തി വെക്കും. അത് ആവശ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ മിനിറ്റ്സ്, അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ പത്രവാർത്ത, അതുമായി ബന്ധപ്പെട്ട മറ്റു എന്തെങ്കിലും റൈറ്റപ്പ് ഒക്കെ തയ്യാറാക്കി ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവാർഡിന് വേണ്ടി ഒരു അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം തയ്യാറായി ഒരു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് വെക്കാനും അതിൻ്റെ റൈറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടൊരു ടീമുണ്ട്. ആ ടീം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവാർഡിൻ്റെ സമയത്ത് അപേക്ഷിക്കുമ്പോൾ നമുക്ക് 250 മാർക്കൊക്കെയാണ് ഉണ്ടാവുക. അത് ചിലപ്പം എല്ലാ മെമ്പർമാരും പങ്കെടുത്തുകൊണ്ടുള്ള മീറ്റിംഗ് ആ കാലഘട്ടത്തിൽ ഒരു മാസത്തിൽ 2 വെച്ച് 24 മീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ 24 മീറ്റിങ്ങിലും 100% അറ്റൻഡൻസിന് ഇങ്ങനെ മാർക്കുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വരാത്ത മെമ്പർമാർ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കും. അതുപോലെ തന്നെ എടുത്ത തീരുമാനങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി 7 ദിവസത്തിന് വിളിച്ച് ചെയ്യണം. അങ്ങനത്തെ കുറേ നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അതുപോലെ എടുത്ത തീരുമാനങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കേണ്ടത് അത് കൃത്യമായിട്ട് അയക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത്, അങ്ങനെ കുറേ കാര്യം. പിന്നെ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ പ്രവർത്തനം, പിന്നെ നമ്മുടെ വിട്ടുകിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, LP സ്കൂള്, തൊഴിലുറപ്പ് സംവിധാനം, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം, അങ്ങനെ സർക്കാർ നടപ്പിലാക്കുന്ന കുറേ പദ്ധതികളുണ്ട്. ഇപ്പോൾ അതിദരിദ്രരില്ലാത്തൊരു കേരളം, അല്ലെങ്കിൽ വാതിൽപ്പടി സേവനം, അല്ലെങ്കിൽ മാലിന്യമുക്ത നവകേരളം. അങ്ങനെ വരുമ്പോൾ ആ സർക്കാർ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് ഗ്രാമപഞ്ചായത്ത് ഏത് നിലയിൽ കൈകാര്യം ചെയ്തു പോയി എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കുറച്ച് മാർക്ക് കൂടുതലും ലഭ്യമാകുന്ന പോയിന്റുകളാണ്. അപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന അതേ വീക്ഷണത്തോടു കൂടി ആ പദ്ധതികളെ നമ്മൾ നടപ്പിലാക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. കൃത്യമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും അതുപോലെ കൂട്ടായ പ്രവർത്തനം, ഇതെല്ലാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ അവാർഡ് വരുന്നതിന്റെ സീക്രട്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് സീക്രട്ട് അല്ല, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലയളവിൽ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് ടൈം ബൗണ്ടിൽ ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല കാരണങ്ങളും നീണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി 2-3 മാസം കൂടിയാണ് നമുക്ക് അധികാരത്തിലുള്ളത്, അപ്പോൾ ആ സമയം കൊണ്ട് തീർക്കാനായിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടോ? പ്രൊജക്ടുകളുണ്ട്. നമുക്കിപ്പോൾ അംഗൻവാടികൾക്ക് 25 അംഗൻവാടികൾ കെട്ടിടമായി. അല്ല 5 അംഗൻവാടികൾ സ്മാർട്ട് അംഗൻവാടിയായി. ഇനി 3 അംഗൻവാടികൾ ഇപ്പോൾ പുതിയത് ജില്ലാ പഞ്ചായത്തിൻ്റെയും MP-യുടെയും തറക്കല്ലിടാൻ പോവുകയാണ്. ഫണ്ട് വെച്ചിട്ടുണ്ട്, തറക്കല്ലിടാൻ പോവുകയാണ്. അതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു കാക്കശ്ശേരിയിലുള്ള സബ് സെൻറ്ററിൻ്റെ പണി നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അത് ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ MLA ഫണ്ട് തന്നിട്ടുള്ള ഒരു 70 ലക്ഷം രൂപയും 30 ലക്ഷം രൂപ പഞ്ചായത്തും വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഹാൾ. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട വലിയ VIP പോലത്തെ ആൾക്കാരൊക്കെ കാണാം. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നെ UAE നിന്ന് പോലും ഷെയ്ഖുമാരോട് വരികയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസിലൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന മീറ്റിംഗ് ഹാളൊന്നും നമുക്ക് തന്നെ അത് നല്ലൊരു അന്തരീക്ഷമുള്ളൊരു മീറ്റിംഗ് ഹാൾ പണിയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കുടുംബശ്രീയുടെ ഓഫീസ് നല്ല രീതിയിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തൊഴിലുറപ്പ് സംവിധാനത്തിന് ആ 3 ഉദ്ഘാടനങ്ങൾ നടത്താനായിട്ടുണ്ട്. പിന്നെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് നമുക്ക് 50 ലക്ഷം രൂപയും പഞ്ചായത്ത് 35 ലക്ഷം രൂപയും ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു പാർക്ക് മണച്ചാലിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം അത് ഈ മാസം 28-ാം തീയതിക്ക് പിന്നെ വകുപ്പ് മന്ത്രി തന്നെ അതിന് ഒരു ഡേറ്റ് തരാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഹെലിപ്പാഡിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി അതിന് പണി പൂർത്തീകരിക്കും. അത് പ്രിയങ്കരനായിട്ടുള്ള ഒരു പ്രമുഖ വ്യവസായിയായിട്ടുള്ള യൂസഫലി അവറുകൾ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിൽ വരാനാണ് നമുക്ക് വാക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതും നമ്മുടെ പഞ്ചായത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന പ്രൊജക്റ്റുകളാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു AS ആക്കാൻ വേണ്ടി ഭരണാനുമതിക്ക് വേണ്ടി കൊടുത്തിട്ട് കിടക്കുന്ന ഒരു ഫയലാണ്. നമ്മൾ 1.5 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു 1.5 ഏക്കറോളം വരുന്ന ഭാഗം നമ്മൾ ഇന്ദിരാഞ്ചിറ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അതിനകത്ത് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ഒരു 50 ലക്ഷം രൂപയും കൂടി നമുക്ക് അപേക്ഷ വെച്ചിട്ടുള്ള അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ MLA കത്തിറക്കം കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി. അത് 35 ലക്ഷം രൂപ നമ്മളും 50 ലക്ഷം രൂപ ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വെച്ചിട്ടുള്ള പരിപാടിയാണ്. അത് മ്യൂസിക് ഫൗണ്ടനാണ്. നമ്മുടെ മൈസൂർ വൃന്ദാവനുള്ളതുപോലെ ഒരു മ്യൂസിക് ഫൗണ്ടൻ, അതും വളരെയധികം എന്താ പറയുക പ്രത്യേകതയുള്ള ഒരു പ്രൊജക്റ്റായിട്ട് വരും. അപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊന്നും പലർക്കും അനുഭവിക്കാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളിൽ പോയി കാണുന്നത് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കൂടി ഉണ്ട് എന്ന് കാണുമ്പോൾ ഇവിടെ കൊണ്ട് ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന് ടൂറിസം സംവിധാനം വളർന്നു വരും, മറ്റൊന്ന് ഇവിടേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ആളുകൾ ആകർഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായ പ്രദേശങ്ങളിൽ വിപണി കണ്ടെത്തും. ആ വിപണിയിലൂടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാരുണ്ടാക്കുന്ന എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ ഭക്ഷണത്തിൻ്റെ ഐറ്റംസൊക്കെ ആണെങ്കിലും നമുക്ക് അത് വിൽക്കപ്പെടാൻ പറ്റും. അപ്പം നമ്മുടെ അവിടെ ഒരു വിപണി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക ഭദ്രത കുറച്ചും കൂടി പ്രാദേശികമായി
ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ വികസനം, ടൂറിസം, പ്രാദേശിക സാമ്പത്തിക ഉറപ്പുവരുത്തൽ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. അങ്ങനെ ഒരു ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വികസനത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ള പഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായ, ഇപ്പോൾ വനിതകൾക്ക് ജിമ്മ് വേണമെന്ന് പറഞ്ഞു, 2 ജിം ഉണ്ടാക്കി കൊടുത്തു. വളരെ ഹൈജീനിക് ആയിട്ട് 2 ജിമ്മുകൾ. ഇപ്പം എൻ്റെ വാർഡിൽപ്പെട്ട ഒരു കുടുംബശ്രീ അംഗം എണീറ്റെന്ന് ചോദിച്ചു, പ്രസിഡന്റ് ഞങ്ങൾക്ക് ഈ ഡൈപ്പറുകൾ എങ്ങനെ സംസ്കരിക്കപ്പെടും, അതിനെന്ത് പ്രസിഡന്റ് ഒന്നും കാണാത്തതെന്നു. സത്യത്തിൽ എൻ്റെ തല അങ്ങോട്ട് അതിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ. ആ സമയത്ത് ഒരു എഞ്ചിനീയർ എൻ്റെ അടുത്ത് വരികയും അദ്ദേഹവുമായി സംസാരിച്ച് ഇത് കേരളത്തിൽ ആദ്യമായി ഒരു ഡൈപ്പർ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയോടുകൂടി ഡൈപ്പർ ഡിസ്ട്രോയർ ഉണ്ടാക്കി അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയങ്കരനായിട്ടുള്ള മന്ത്രി ശ്രീ MP രാജേഷ് അവറുകളാണ് വന്നത്. വലിയ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ മിനിസ്റ്റർ ഏത് സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുമ്പോഴും എളവള്ളി മോഡൽ ഡൈപ്പർ ഡിസ്ട്രോയർ എന്നൊരു വാക്ക് പറയും. നമുക്ക് അഭിമാനമാണ്. അതെ. അപ്പോൾ ഇങ്ങനെ വളരെ ദീർഘദൃഷ്ടിയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതാണ് നമ്മൾ ഇളവള്ളിയിൽ കാണുന്നത്. അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തെ ഇപ്പോൾ നേരിടുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ഫ്യൂച്ചറിലെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 5 കോടി രൂപയുടെ ജലസംരക്ഷണ പദ്ധതി നമ്മൾ സമഗ്ര ജലസംരക്ഷണ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇളവള്ളിയുടെ വെള്ളം സംരക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെ, അതിനൊരു റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ എങ്ങനെ ഉപയോഗിക്കപ്പെടാം, വാഴാനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തെ എങ്ങനെ ഉപയോഗിക്കപ്പെടാം, അവിടെ ജലസംഗമ ഭൂമിയായിട്ടുള്ള മണച്ചാലിൽ നമ്മളൊരു മണ്ണെടുത്ത് പോയൊരു ഭാഗം ഒരു വലിയ ലേക്ക് ഉണ്ടാക്കാൻ പോകുക, 64 ഏക്കർ വരുന്ന ലേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വെള്ളത്തെ ഒക്കെ അവിടെ നമുക്ക് നടത്തി കഴിഞ്ഞാൽ അതിലൂടെ ആവശ്യം വരുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് നമ്മുടെ പഞ്ചായത്ത് നിന്ന് മാത്രമല്ല മുല്ലശ്ശേരി പഞ്ചായത്തിലേക്കും കണ്ണാണശ്ശേരി പഞ്ചായത്തിലേക്കും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ വെള്ളത്തെ ആവശ്യത്തിനനുസരിച്ച് പമ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല ലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ഏറ്റെടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും അത് വന്നു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറയുന്ന ഒരു മൾട്ടിപർപ്പസ് ആണ്. അവിടെ നമുക്ക് ടൂറിസത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, മത്സ്യം വളർത്താൻ പറ്റും, കുടിവെള്ളത്തിന് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, കൃഷിക്ക് നമുക്ക് ധൈര്യമായിട്ട് വെള്ളമുണ്ട്, ഒരിക്കലും ഉണക്കൽ വരില്ല എന്ന ധൈര്യത്തോടു കൂടി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഇപ്പോൾ ഈ സിയാലുള്ളത് പോലെയൊക്കെ ഈ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ ഗ്രിഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെരുവ് വിളക്കുകളുടെ മുഴുവൻ എനർജി നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ, പച്ചത്തുരുത്ത് ഉണ്ടാക്കാം, അവിടെ പക്ഷികളുടെയും ഒക്കെ ആവാസ കേന്ദ്രമാക്കി മാറ്റാം. അങ്ങനെ നമുക്ക് ഒരു വലിയ മാറ്റം അവിടെയും ആളുകൾ ആകർഷിക്കപ്പെടും. അവിടെ ചെറിയ എന്താ പറയുക ടൂറിസത്തിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അവിടെ ആളുകൾ ആകർഷിക്കപ്പെടും. അങ്ങനെ ആ മേഖലയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഈ ജലസംരക്ഷണ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോടി രൂപ ആരും തയ്യാറാവുന്നില്ല. എന്തിനിപ്പോൾ അത് ചെയ്യണേ എന്നുള്ള പെട്ടെന്ന് ചിന്തിക്കുക. ഇവിടെ റോഡ് ടാർ ചെയ്യാൻ എന്ന് ചെയ്യാത്ത, അവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ കാന ഉണ്ടാക്കലാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ അതൊരു ദീർഘവീക്ഷണത്തോടു കൂടി നാളുകളിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ജലസംരക്ഷണം അത്യാവശ്യമാണ്. ആ ജലം നല്ല രീതിയിൽ നമ്മൾ കെട്ടി സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് ജലനിധി അവിടെ ഒരു കോൺക്ലേവ് നടത്തുകയുണ്ടായി. ആ കോൺക്ലേവിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും കളക്ടറും അതുപോലെ ജനപ്രതിനിധികളും ഒക്കെ കൂടി പങ്കെടുത്ത് ഇളവള്ളിയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആ കോൺക്ലേവിനകത്ത് ഒരു രൂപരേഖ ഞാൻ അന്ന് അവതരിപ്പിക്കുകയുണ്ടായി. അത് അന്ന് ഞാൻ പ്രസിഡന്റ് അല്ലായിരുന്നു, തൊട്ട് മുമ്പത്തെ കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്നോട് ഇതിനെക്കുറിച്ച് പഠിച്ച് അവതരിപ്പിക്കുന്നു. ഞാനിത് നടന്ന് പഠിച്ച്, ഞാനൊരു 23 വർഷക്കാലമായ ഒരു കൃഷിക്കാരനാണെന്നുള്ളതുകൊണ്ട് ഏകദേശം ഒരു 120 ഏക്കർ വരെയൊക്കെ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും എനിക്ക് ആ പ്രദേശത്തെ വെള്ളത്തിൻ്റെ കിടപ്പുകളൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന പ്രൊജക്റ്റുകൾ വന്നാലാണ് നമുക്ക് ജലം സംരക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ എന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇളവള്ളി പഞ്ചായത്തിൻ്റെ സമഗ്ര ജലസംരക്ഷണ പദ്ധതി എന്ന രേഖ തയ്യാറാക്കിയത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 5 വർഷക്കാലം ഓരോരോ പദ്ധതികൾ വന്നത്. അപ്പോൾ അത് വന്നപ്പോൾ സ്വാഭാവികമായി എല്ലാം കൂട്ടിമുട്ടി വരുമ്പോൾ ഇളവള്ളി പഞ്ചായത്തിൽ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവില്ല. അതാണ് ആ ദീർഘവീക്ഷണത്തിൽ കൂടി ചെയ്യുക. എല്ലാവരും എനിക്ക് പിന്തുണയാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എൻ്റെ മെമ്പർമാരിൽ ഈ 4.5 വർഷക്കാലമായിട്ട് ആരും ഡിസെൻഡിങ് നോട്ട് എഴുതിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഏറ്റവും വലിയ പിന്തുണയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമാണെങ്കിലും എന്നെ പ്രവർത്തിക്കുന്നതിൽ നിന്നൊന്നും കൈപിടിച്ചിട്ടില്ല. അതുപോലെ ഇപ്പം എൻ്റെ കൂടെയുള്ള പ്രവർത്തകരാണെങ്കിലും എല്ലാവരും സജീവമാണ്. കുടുംബശ്രീ സംവിധാനമാണെങ്കിൽ അതും സജീവമാണ്. തൊഴിലുറപ്പുകാരും നമ്മളൊപ്പം നിൽക്കുകയാണ്. ഹരിതകർമ്മസേനക്കാർ ഒപ്പമുണ്ട്. അതുപോലെ തന്നെ ആശാവർക്കർമാർ എന്തു പറഞ്ഞാലും ഒപ്പമുണ്ട്. അംഗൻവാടി ജീവനക്കാർ നമ്മുടെ ഒപ്പമുണ്ട്. എൻ്റെ ജീവനക്കാരും ഒപ്പമുണ്ട്. ഇപ്പോൾ സ്വാഭാവികം നമുക്ക് എല്ലാം നടക്കും. ഇപ്പോൾ എഞ്ചിനീയർ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് നടക്കും, അല്ലെങ്കിൽ ഡോക്ടർ അടുത്തൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് ഇന്ന് നടക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന പ്ലാൻ അനുസരിച്ച് ചെയ്യുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദം നമുക്കുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതൊക്കെയാണ് ഈ വികസനത്തിന് ഇത്ര സ്പീഡ് കൂടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഇളവള്ളിയിൽ നോക്കുകയാണെങ്കിൽ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു മുൻപത്തേക്കാൾ കുറേ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഇളവള്ളി മറ്റൊരു എന്താ പറയുക ഒരു സിറ്റി ആയിട്ട് മാറും അല്ലേ? അല്ല, കുറേ ആളുകളുടെ ആഗ്രഹം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഏകദേശം 10-50 റോഡുകൾ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ടെൻഡർ ചെയ്തിട്ടുള്ള വർക്കുകൾ ഇപ്പോൾ മഴ കാരണമാണ്. ടെൻഡർ ചെയ്തിട്ടുള്ള വർക്കുകൾ
പദ്ധതികൾ ഒരു 2.5 കോടി രൂപയുടെ വർക്ക് ഇപ്പോൾ ചെയ്യാൻ പോവാണ്. MLAയുടെ 1,10,00,000 രൂപയുടെ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ഇനി ഈ 2 മാസത്തിനുള്ളിൽ പരമാവധി അങ്ങോട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ആളുകൾക്കൊക്കെ വലിയ സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഒപ്പം നിൽക്കുകയാണ്. അതെ, സാറിനിപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞാൽ ഈ ടേം കഴിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീൽ ഉണ്ടോ? ഇത് തീരാണല്ലോ ചെയ്യാനുള്ള പദ്ധതികൾ തീർക്കാനുള്ളൊരു വ്യഗ്രതയുണ്ട്. ഇനിയില്ലെങ്കിൽ അത് അടുത്ത ആളുകൾ അത് തീർത്തു പോവുക എന്നുള്ള രീതിയിൽ പോകേണ്ടി വരും. നമ്മളെന്തായാലും പ്ലാൻ ചെയ്തൊക്കെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാലാവധിയുടെ ചെയ്തു തീർക്കാൻ പറ്റാവുന്ന മാക്സിമം ചെയ്തു തീർക്കാം. നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവും. അത് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ഗ്രാമസഭകളിലെ ആളോട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് 5 കൊല്ലം കൊണ്ട് 50 വർഷത്തെ നേട്ടം ഇളവള്ളിക്ക് ഉണ്ടാക്കണം. ഇത് എൻ്റെ ആഗ്രഹമാണ്. അതിനി എത്ര എത്തിപ്പെടാൻ പറ്റും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്ന് രാജിവെച്ച് പോകേണ്ടി വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ അടുത്ത് വല്ല പ്രശ്നങ്ങളില്ലാതെ ഭരിക്കാൻ പറ്റണമല്ലോ. നമ്മൾ ഇത്രയും പുതിയ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പല പ്രതിസന്ധികളും തരണം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ തരണം ചെയ്ത് പോകുമ്പോൾ ആരോപണങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതെ നമുക്ക് പോകാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ 50 വർഷത്തേക്കാളും കൂടുതലായി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി 50 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഹെലിപ്പാഡൊക്കെ ഓരോ പഞ്ചായത്തിൽ വരുമ്പോഴേക്കും ഇവിടെ ആയി കഴിഞ്ഞു. ഇനി ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടാവും മറ്റുള്ളവർ ചിലപ്പോൾ ചിന്തിക്കുക ഇവിടെ റെഡി ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം അച്ചീവ് ചെയ്തു, അതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തോടു കൂടെ പടിയിറങ്ങാനിരിക്കുകയാണ്. ഞാനിപ്പോ 148 വീട് നിർമ്മിച്ചു കൊടുത്തു. ഈ ഭരണസമിതി 148 210 പേരെ റിപ്പയർ ചെയ്ത് കൊടുത്തു. 226 സെന്റ് സ്ഥലം ഞാൻ അവിടെ വാങ്ങിയിട്ടുണ്ട്. അത് ഭൂരഹിത ഭവനരഹിതർക്ക് ഇത് പണിയാനാണ്. ഇപ്പൊ ഭവനരഹിതർക്ക് പണിതു. ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതർക്ക് ഉള്ള അതിൽ എനിക്ക് വീട് പണിത് കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റില്ല. അങ്ങനെ മറ്റുള്ള 148 പേർക്ക് പണിത് കൊടുക്കാൻ വേണ്ടി ഫണ്ട് നീക്കി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇനി എങ്ങനെയെങ്കിലും അടുത്ത ഭരണസമിതി വന്ന് അത് പൂർത്തീകരിക്കണം. അപ്പോൾ വീട് ഇല്ലാത്ത ആരും തന്നെ പഞ്ചായത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഭവനരഹിതരായ ആരും ഉണ്ടാവാൻ പാടില്ല. അതാണ് ആ അതിന് 226 സെന്റ് സ്ഥലത്തിന് 1,17,00,000 രൂപ വന്നു. അവിടെ മാർക്കറ്റ് വില 80,000 രൂപ ഉള്ള സമയത്തും അതിന്റെ ഓണർ നമുക്ക് 42,000 രൂപയ്ക്ക് ഭൂമി തന്നത്. അവിടുത്തെ കളക്ടർ ഇട്ട വിലയേക്കാൾ കുറവിലാണ് അദ്ദേഹം തന്നത്. അത് എല്ലാ കമ്മിറ്റിക്കാരും പോയി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ വാങ്ങിയത്. അപ്പൊ അതൊരു നല്ലൊരു ഭവന സമുച്ചയാക്കി മാറ്റണം എന്നുള്ള ഒരു പദ്ധതി പിന്നിലായി കിടക്കുകയാണ്. അതിന് ഫണ്ട് ഇല്ലാത്തതാണ് പ്രശ്നം. ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്ത് തീർക്കാമായിരുന്നു. എന്നാൽ കൂടി നമ്മളിങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ മറ്റൊരു കാര്യം, 4 ഏക്കർ 51 സെന്റ് സ്ഥലം പഞ്ചായത്ത് ഈ 5 വർഷത്തിനുള്ളിൽ കൈവശാക്കി. അതിൽ പണം കൊടുത്തു വാങ്ങിയ ഈ 226 സെന്റും അതിന്റെ ഒപ്പം തന്നെ 1 ഏക്കർ 54 സെന്റോളം ഈ ഹെലിപ്പാഡുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി സൗജന്യമായി നമുക്ക് തന്നു. അപ്പൊ അതൊരു വലിയ നേട്ടല്ലേ. വികസനത്തിന് വേണ്ടി നമ്മൾ കൈ നീട്ടുമ്പോ എന്റെ സ്ഥലം എടുത്തോ അല്ലെങ്കിൽ എന്റെ ഭാഗം ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ തയ്യാറാവുകയാണ്. മോട്ടോർ പെരകൾക്ക് അങ്ങനെ പല കാര്യങ്ങൾക്കും ആവശ്യപ്പെടുമ്പോഴൊക്കെ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വിശ്വാസം, ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രദേശം നന്നാവും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ ഒരു പഞ്ചായത്ത് 4 ഏക്കർ 51 സെന്റ് സ്ഥലം വാങ്ങാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അതെ. അപ്പൊ ആ ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാൻ കൂടെ നമുക്ക് സാധിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഈ യാത്ര തുടരുകയാണ്. നമ്മുടെ ഈ ഒരു ഭരണസമിതി ഇവിടെ അവസാനിക്കുകയാണെങ്കിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അതിന്റെ യാത്ര തുടരും. GFOX സാറിന്റെ യാത്രയും തുടരാണ്. അപ്പോൾ പഞ്ചായത്തിനും സാറിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും നൽകി തന്നിട്ടുള്ള മീഡിയ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് എല്ലാവിധ നന്ദിയും സ്നേഹവും ഒക്കെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു.